ഇന്ന് മനുഷ്യന്മാർ അച്ചടക്കമുള്ളവരായി മാറാൻ വേണ്ടി ആധുനിക ലോകം എന്ന് വിളിക്കുന്ന ഈ ലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്താ? CCTV ക്യാമറ അല്ലേ? ഈ ഹൈവേയിലൂടെ ഓവർ സ്പീഡിൽ വണ്ടി പോകാതിരിക്കാൻ ചെയ്യുന്ന മാർഗം എന്താ? അവിടെ ക്യാമറ ഉണ്ട് എന്ന് പറയും. ഒരു സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടക്കാതിരിക്കാനുള്ള മാർഗം എന്താ? നിങ്ങൾ CCTV ക്യാമറയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയും. ഒരു ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ എത്താനുള്ള മാർഗം എന്താ? അവിടെ പഞ്ചിങ് മെഷീൻ വെക്കും, അല്ലെ അവിടെ CCTV ക്യാമറ വെക്കും. എന്താ അതിന്റെ തത്വം? ഇതിന് സാമാന്യ തത്വമുണ്ട്. നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ അച്ചടക്കമുള്ളവനായി മാറും. അതല്ല ഇതിന്റെ തത്വം. ഒരു പരിമിതിയുമില്ലാത്ത, ഇതിനോടൊന്നും ഉപമിക്കാൻ പറ്റാത്തവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, അതാണ് റബ്ബ്. നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീന്റെ നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ആകാശത്താകട്ടെ, ഭൂമിയിലാകട്ടെ, സ്വദേശത്താകട്ടെ, വിദേശത്താകട്ടെ, കോളേജിലാകട്ടെ, വീട്ടിലാകട്ടെ, ബെഡ്റൂമിലാകട്ടെ, ബാത്റൂമിലാകട്ടെ, എവിടെയാണെങ്കിലും സദാസമയവും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അല്ലാഹുവുണ്ട്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്നാരും മടങ്ങുന്നുവോ അവർക്കുള്ളതാകുന്നു സ്വർഗം.